ഹായ്, എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെണ്ടക്ക മുട്ടത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. വെണ്ടയ്ക്ക മുട്ടത്തോരൻ വെക്കാനായിട്ട് കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കിയ വെണ്ടക്കായ ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണം എടുത്തിട്ട് അരിഞ്ഞ് കാണിച്ചത് എന്താണ്. മുട്ടത്തോരൻ ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ വെണ്ടക്കായ എടുത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാ വെണ്ടക്കായും ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് 3 മുട്ട എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കലക്കി കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് 3 മുട്ട കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നമ്മുടെ വറ്റൽമുളകും കൂടിയിട്ട് ചതച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം ചുവന്നുള്ളി കുറവും വെളുത്തുള്ളി കൂടുതലുണ്ടെങ്കിലാണ് കറിക്കൊരു മറ്റേ ഇങ്ങനെ കുത്തിക്കാച്ചി വരുന്നതൊക്കെ മണം കിട്ടുള്ളൂ. ഒരു തണ്ട് കറിവേപ്പില, ഒരു സബോള, ചെറിയ സബോള മതി. അപ്പോൾ അതും നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വെണ്ടക്കായ മുട്ടത്തോരൻ വെക്കാനുള്ള സാധനങ്ങൾ. ഒരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ അപ്പം ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചതച്ച് വെച്ച മുളകൊന്ന് ചേർത്ത് കൊടുക്കാം. മുളകൊന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സബോളയും നമ്മുടെ വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് വാടി, സബോളയ്ക്ക് നല്ല പോലെ വാടി വരണം കേട്ടോ. വാടി കിട്ടാനായിട്ട് നമ്മൾ നേരത്തെ വെച്ച ഉപ്പും മഞ്ഞപ്പൊടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉള്ളി മുളകും സബോള നല്ല പോലെ വാടി നന്നായി വെള്ളത്തിൽ കൊടുക്കുക. സബോള നല്ല പോലെ വാടി. ഇനി ഇതിന് നമുക്ക് വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. വെണ്ടക്കായ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് വെണ്ടക്കായ വേണ്ടിക്കൊണ്ടൊക്കെ നോക്കാം. അപ്പോൾ ഞാനൊരു തുള്ളി വെള്ളം ഒന്നും ചേർത്തില്ല. ഇതിൽ ആവി വെള്ളം കാണുക. നമുക്ക് ചേർക്കാനാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കലക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെണ്ടക്കായ നോക്കാം. മൊത്തത്തിലാണ് നമുക്ക് കലക്കി കൊടുക്കുന്നത്. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് വെണ്ടക്കായ വേവിക്കാം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് വേവുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാവരും കൂട്ടി വെച്ചിട്ട് വീണ്ടും വീണ്ടും നമുക്കത് മൂടിയൊക്കെ തുറന്നു നോക്കാം. അതായത് നല്ല പോലെ ആവി വന്നിട്ട് അത് കാണാൻ പറ്റാത്ത ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് നല്ല പോലെ വെണ്ടക്കായ വെന്തുണ്ടാവും. ഒന്ന് ആവി ഒന്ന് പോട്ടെ. ആവി കാരണം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കായൊക്കെ നമുക്ക് ഒരു വശത്തേക്ക് ഇതുപോലെ മാറ്റി വെച്ചിട്ട് നടുക്കിൽ നമുക്ക് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് വെറുതെ ഒന്ന് മൂടി വയ്ക്കാം. മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മൂടിക്കൊന്ന് തുറന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെണ്ടക്കായും മുട്ടയും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ, ബൈ ബൈ.